മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും നല്ല രീതിയിൽ ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ വളരെയേറെ ചിരിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, ഇത്തരം വേഷം കെട്ടൊന്നും വശമില്ലാത്ത ആളായിരുന്നല്ലോ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം എത്ര ആവേശത്തോടു കൂടി ഓരോ കാര്യങ്ങൾ മഹാലക്ഷ്മി ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്നെ ആവേശം കയറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണല്ലേ കണ്ണേട്ട എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കുറ്റബോധവും ഇല്ല കണ്ണേട്ട. കരുണയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവളെ മാത്രം വെറുതെ വിടാമെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്തായാലും അവളെൻ്റെ അനിയത്തിയല്ലേ, ബാക്കിയുള്ള എല്ലാവരും ഇതെല്ലാം അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അനിയത്തി എന്നുള്ള സിമ്പതി അവളോട് വേണ്ട എന്ന് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. ചേച്ചിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളാണെന്നും കേക്ക് മുറിച്ചപ്പോൾ അവളുടെ ആഹ്ലാദം ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അതേസമയം തന്നെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുറിയുടെ വാതിലെല്ലാം തുറന്നു വരുന്നു. അത് കണ്ട് മഹാലക്ഷ്മിയും കണ്ണനും നന്നായിട്ട് പരിഭ്രമിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ നല്ല രീതിയിൽ അവരൊന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇത് നമ്മുടെ മാർക്കോ ആണെന്ന് പറയുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി റെഡിയല്ലേ, നമുക്ക് അടുത്ത ടീമുകളെ ഭയപ്പെടുത്താൻ സമയമായി എന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഉഴിച്ചിലും പിഴിച്ചിലെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നെല്ലാം പറയുന്നു. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഞാനൊന്ന് തല്ലിയതിൻ്റെ വേദനയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും പിന്നീട് അമ്പലത്തിൽ പോയിട്ട് ആ രക്ഷ കിട്ടിയെന്നല്ലേ ആ പ്രതാപനും അമ്മയൊക്കെ പറഞ്ഞത്, ആ രക്ഷക്കൊന്നും ഒരു രക്ഷയുമില്ലെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഒരു മന്ത്രവാദിക്ക് മഹിയെ തളയ്ക്കാൻ പറ്റില്ല എന്ന് അവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നാണ് അനന്തവും പറയുന്നത്. അപ്പോൾ മാർക്കോ കണ്ണൻ സാറിനോട് പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഈ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഒന്ന് ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട്, മഹിക്ക് ആദ്യം കുറേ ആശങ്കകളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പറയുന്നു. അനന്ത് പറയുന്നുണ്ട്, എത്ര പാവങ്ങളാണെങ്കിലും മാറുകയൊക്കെ ചെയ്യും കണ്ണ എന്ന്. സ്വന്തം മരണം മഹിയുടെ കൂടപ്പിറപ്പുകളും അതുപോലെ രണ്ടാനച്ഛനും ഉൾപ്പെടെ എല്ലാവരും ആഘോഷിക്കുന്നത് ആ പാവം കാണുകയല്ലേ, അതിൻ്റെ ഒരു ദേഷ്യവും വാശിയെല്ലാം മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ ആരായാലും മാറിപ്പോകുമെന്ന് കണ്ണനോട് പറയുന്നുണ്ട് അനന്തു. പിന്നീടാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയും നല്ല രീതിയിൽ തന്നെ മാർക്കോ ഭയപ്പെടുത്തുന്നുണ്ട്. ജനലിലും കഥയിലും എല്ലാം തട്ടി ഉണർത്തുകയും ആകെ പരിഭ്രമിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. മുത്തശ്ശി പറയുന്നുണ്ട്, അത് പൂച്ചയും വല്ലതും ആയിരിക്കും മോനെ എന്ന് പറയുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ തന്നെയല്ലേ പറഞ്ഞത് അവൾക്ക് ദൈവവിശ്വാസം കൂടുതലുള്ളതുകൊണ്ട് അവളുടെ ആത്മാവിന് ശക്തി കൂടുതലായിരിക്കുമെന്ന്. അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് രക്ഷ കയ്യിലുള്ളതുകൊണ്ട് യാതൊരു ഭയവും തോന്നിക്കുന്നില്ല മോനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയെ കണ്ട് നല്ല രീതിയിൽ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ തോമസ് വൈദ്യരുടെ ചികിത്സയെല്ലാം നിർത്തിവെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ ഇനി വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.